സി കോട്ടയം കോഴിക്കോട് ജില്ലയിൽ നടന്ന പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ കറക്റ്റായിട്ടുള്ള സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് ഏതാണെന്നാണ്. കോൺകോഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ, ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ് ഗോയിങ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് ടുമോറോ. നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, എന്നാൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കും. അപ്പോൾ ആ ചിന്തയിൽ ഈസ് എന്ന് പറയുന്ന സിംഗുലാർ ആണ്. പക്ഷേ ടുമോറോ എന്ന വാക്ക് കിടക്കുന്നതുകൊണ്ട് അത് ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് വരില്ല, ഈസ് അവിടെ വരാൻ പാടില്ല. വില്ല് അല്ലെങ്കിൽ ഷാളാണ് വരേണ്ടത്. അതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റായിട്ട് വരുന്നു. രണ്ടാമത്തത്, ഷീ ആൻഡ് ഹെർ ബ്രദർ ഗോസ് ടു ജിം എവരി ഈവനിങ്. ഷീ ആൻഡ് ഹെർ ബ്രദർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് കണക്ട് ചെയ്താൽ തുടർന്ന് വരുന്ന വെർബ് പ്ലൂറലായിരിക്കണം. പക്ഷേ രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുകയും അതിലേതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ വന്നാൽ, പൊസസീവ് അഡ്ജക്റ്റീവ് എന്നാൽ അതൊക്കെയാണ് മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ആർട്ടിക്കിളുകളായിട്ട് വരുന്ന വാക്കുകൾ എ ആൻഡ് ദി. ഇവയിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മുന്നിൽ വന്നാൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാറും, എന്നാൽ രണ്ട് സബ്ജക്റ്റിൻ്റെ മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ വന്നാൽ ഉത്തരം പ്ലൂറലായിട്ടും മാറുന്നു. അപ്പോൾ നമുക്കിവിടെ ബ്രദർ എന്ന വാക്കിന് മുന്നിൽ ഹെർ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കും. ഗോസ് സിംഗുലാർ ആണ്. എവരി വരുന്ന സെൻറ്റൻസുകളിൽ സിമ്പിൾ പ്രസൻറ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ ആ ചിന്തയിൽ വരുമ്പോഴത്തേക്കും സിമ്പിൾ പ്രസൻറ്റ് എന്നാൽ V1 അവസാനിക്കുന്ന വെർബോ അല്ലെങ്കിൽ V1 വരുന്ന വെർബുകളോ അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ സിമ്പിൾ പ്രസൻറ്റിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ ഉത്തരം ശരിയായിട്ട് വരുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ, ദ കാർ പാർക്ക്ഡ് ഇൻ ദി ഡ്രൈവ് വേ ആർ മൈ പാരൻസ്. ദ കാർ എന്നത് സബ്ജക്റ്റായി വരുന്നതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കണം. ഇവിടെ ഈസ് ആണ് വരേണ്ടത്, ആറ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഉത്തരം തെറ്റ്. നാലാമത്തെ ഓപ്ഷൻ, മൈ കളക്ഷൻ ഓഫ് ബുക്സ് ഈസ് ഇൻക്രീസിങ് എവരി മന്ത്. അപ്പോൾ മൈ കളക്ഷൻ ഓഫ് ബുക്സ് കഴിഞ്ഞിട്ട് സിംഗുലാർ ആണ് വരേണ്ടത്. പക്ഷേ എവരി എന്ന വാക്ക് വന്നുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റിനെ സൂചിപ്പിക്കുന്ന വെർബ് അവിടെ ഉത്തരമായിട്ട് വരണം. അതുകൊണ്ട് അത് തെറ്റായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പഞ്ച്വേഷൻ ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള പഞ്ച്വേഷൻ ഉപയോഗിക്കാനാണ്. പഞ്ച്വേഷൻ എന്നാൽ ചിഹ്നങ്ങളാണ്. സെൻറ്റൻസ്, ഷീ ഓപ്പൺ ദ ഡോറ് ആൻഡ് എക്സ്ക്ലൈംഡ് വാട്ട് എ സർപ്രൈസ്. അപ്പോൾ നമുക്കറിയാം വാട്ട് എ സർപ്രൈസ് എന്നത് ഒരു ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് ആയതിനാൽ ആശ്ചര്യചിഹ്നം വന്നിരിക്കണം. അപ്പോൾ ബി ഓപ്ഷനും സി ഓപ്ഷനും നമുക്ക് കട്ട് ചെയ്യാം, കാരണം അതിൽ ആശ്ചര്യചിഹ്നം ഇല്ല. ഡി ഓപ്ഷനിലും ആശ്ചര്യചിഹ്നമുണ്ട്, എ ഓപ്ഷനിലും ഉണ്ട്. ഇനി ആദ്യത്തെ ഓപ്ഷനിൽ കോമ കഴിഞ്ഞിട്ടാണ് ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ സെൻറ്റൻസും ആശ്ചര്യചിഹ്നം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ അല്ലെങ്കിൽ ഡി ഓപ്ഷനിൽ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഹൈഫൺ കഴിഞ്ഞിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, ആശ്ചര്യചിഹ്നം അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും ആശ്ചര്യചിഹ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഉചിതമായിട്ടുള്ളത് കോമ കഴിഞ്ഞിട്ട് എന്ത് വരണം, സെൻറ്റൻസ് ആശ്ചര്യചിഹ്നം എന്ന രീതിയിൽ എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. റിപ്പോർട്ട് സ്പീച്ചിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ സെൻറ്റൻസ് ദാറ്റ് യൂസസ് കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു ബി ഇൻ ദി പാസ്റ്റ് ടെൻസ്. ബി ഫോമിൽ പാസ്റ്റ് ടെൻസ് വരുന്ന, പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ബി ഫോം ഓക്സിലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈസ്, ആം, ആറ്, വാസ്, വെയർ. ഇതിനെയാണ് എന്ത് ചെയ്യുന്നതോടെ ബി ഫോം ഓക്സിലറീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാസ്റ്റ് രൂപങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്, പാസ്റ്റ് ടെൻസിൽ വാസും വെയറുമാണ് വരുന്നത്. വാസും വെയറും വരുന്ന രീതിയിലാണ് വരുന്നത്. അതേപോലെ ബീൻ ഫോം ഓക്സിലറി എന്ന് പറയുമ്പോഴത്തേക്കും ഹാസ്, ഹാവ്, ഹാഡാണ്. പാസ്റ്റ് ടെൻസിൽ ബീൻ ഫോം എന്ന് പറയുമ്പോൾ ഹാഡാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കിയപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ എസ്റ്ററുടെ ഷീ റാൻ ടു ദ സ്റ്റോർ ടു ബൈ സം മിൽക്ക്.
സെൻറ്റൻസിൽ തെറ്റില്ല, പക്ഷേ ബി ഫോം ഓക്സിലറീസ് ഒന്നും വന്നിട്ടില്ല. ഈസ് വന്നിട്ടില്ല, ആമ് വന്നിട്ടില്ല, ആറ് വന്നിട്ടില്ല, വാസ് വന്നിട്ടില്ല, വേർ വന്നിട്ടില്ല, അങ്ങനെയുള്ള ഓക്സിലറി ഒന്നും വന്നിട്ടില്ല. രണ്ടാമത്തേൽ ദേ ഹാവ് ബീൻ അറ്റ് ദ പാർട്ടി സിൻസ് 6 PM. സെൻറ്റൻസ് തെറ്റാണ്. ദേ പ്ലൂറലാണ്, ഹാസ് സിംഗുലാറാണ്. ഹാസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഓക്സിലറി ആണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഹി വെയർ പ്ലേയിങ് ബാസ്കറ്റ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. നമുക്കറിയാം വെയർ അവിടെ പാസ്റ്റ് ബി ഫോമാണ് വന്നിരിക്കുന്നത്. വാസ് വെയർ എന്നത് പാസ്റ്റ് ബി ഫോമിനെ സൂചിപ്പിക്കുന്നു. വെയർ പാസ്റ്റ് ബി ഫോമാണ്. പക്ഷേ സബ്ജക്റ്റ് ഹി ആയതിനാൽ വെയർ വരില്ല, വാസ് ആണ് വരേണ്ടത്. അടുത്ത ചോദ്യം, അടുത്ത ഓപ്ഷൻ നമുക്ക് വന്നിരിക്കുന്നത് വി വെയർ ഓൾ വെരി ടയേർഡ് ആഫ്റ്റർ ദി ലോങ് ഹൈക്ക് എസ്റ്റർഡേ. അപ്പോൾ വി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, വെയർ എന്ന് പറയുന്ന പാസ്റ്റ് ബി ഫോം ആണ്, ഓക്സിലറി ആണ്. അതുകൊണ്ട് ആ ഓപ്ഷൻ ശരിയായിട്ട് വരുന്നു. ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ തെറ്റ്. സി ഓപ്ഷൻ തെറ്റാണ്, അതേപോലെ ബി ഓപ്ഷൻ തെറ്റാണ്, എ ഓപ്ഷനും തെറ്റാണ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് മൊഡാൽ വെർബ്. മൊഡാൽ ഓക്സിലറി വെർബ് വരുന്ന കറക്റ്റ് സെൻറ്റൻസ് ഏതാണെന്നാണ്. നമുക്കറിയാം മൊഡാൽ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്നത് വില്ല് മുതൽ ഒട്ടിറ്റ് വരുന്ന ഓക്സിലറീസിനെയാണ് മൊഡാൽ ഓക്സിലറീസ് എന്ന് പറയുന്നത്. ഇവ കഴിഞ്ഞിട്ട് വെർബ് V1 ആയിരിക്കണം വരേണ്ടത്. V1 അല്ല, V0 ഫോം ഓഫ് വെർബാണ് വരേണ്ടത്. V1 എന്ന് പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ ഐ ക്യാൻ വെൻറ്റ്. അതിൽ ഏതാണ് കറക്റ്റായിട്ട് മൊഡാൽ ഓക്സിലറി വെച്ചിട്ട് ചെയ്തിട്ടുള്ളതെന്നാണ്. ആദ്യത്തെ ഓപ്ഷൻ ഐ ക്യാൻ വെൻറ്റ് ടു ദ സ്റ്റോർ എസ്റ്റർഡേ. നമുക്ക് ക്യാൻ കഴിഞ്ഞിട്ട് വെൻ്റാണ് വന്നിരിക്കുന്നത്. വെൻ്റ് എന്നത് V2 ആണ്. ഒരിക്കലും ക്യാനിനോടൊപ്പം V2 വരില്ല, അപ്പോൾ അത് തെറ്റാണ്. അതുപോലെ എസ്റ്റർഡേ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ക്യാനും അവിടെ വരത്തില്ല. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ യു മസ്റ്റ് ടു ഫിനിഷ്. നമുക്ക് മസ്റ്റ് എന്നത് ഓക്സിലറി വെർബാണ്, മൊഡാൽ ഓക്സിലറി ആണ്. അത് കഴിഞ്ഞിട്ട് ടു ഫിനിഷ് ആണ് വന്നിരിക്കുന്നത്, ഇൻഫിനിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. 2 + V1 ഇൻഫിനിറ്റീവ് ആണ്. ഒരിക്കലും 2 + V1 വരില്ല, V1 ആണ് വരേണ്ടത്. അടുത്ത ഓപ്ഷൻ ഷീ മൈറ്റ് ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദ മാത്സ് പ്രോബ്ലം. മൈറ്റ് എന്നത് മൊഡാൽ ഓക്സിലറി ആണ്. വീണ്ടും ക്യാൻ എന്ന ഓക്സിലറിയും കൂടെ വന്നിരിക്കുന്നു. 2 മൊഡാൽ ഓക്സിലറി ചേർത്ത് പറയില്ല, അതും തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ ദ കേസ് ഓഫ് റെയിൻ. നമുക്ക് ഷുഡ് എന്നത് മൊഡാൽ ഓക്സിലറി ആണ്, ബ്രിങ് എന്നത് വെർബ്, ദി ബേസ് ഫോം ഓഫ് വെർബാണ്. അതുകൊണ്ട് ഉത്തരം ശരിയാണ്. ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫ്ലോയിങ് സെൻറ്റൻസ് ഫ്രം ദ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് സെൻറ്റൻസിനെ മാറ്റാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ദ ടീച്ചർ സെഡ് ദ എക്സാം വിൽ ബി ഹെൽഡ് അറ്റ് ദ നെക്സ്റ്റ് വീക്ക്. നമുക്കറിയാം വില്ല് വരുന്ന സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വില്ലിനെ എന്താക്കി മാറ്റുക? വുഡാക്കി മാറ്റുക. വുഡ് വരുന്ന ഓപ്ഷൻ നോക്കുക. ദ ടീച്ചർ ടോൾഡ് ദാറ്റ്. ഒന്നാമത്തെ ഓപ്ഷനിൽ വില്ലാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഉത്തരം വരില്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ വുഡ് വന്നിരിക്കുന്നു, ഉത്തരം വരാം. മൂന്നാമത്തേൽ വില്ല് വന്നിരിക്കുന്നു, ഉത്തരം വരില്ല. നാലാമത്തേലും വില്ല് വന്നിരിക്കുന്നു. അപ്പോൾ ഉത്തരം വരാൻ സാധ്യതയുള്ളത് വുഡ് വരുന്ന ഓപ്ഷൻ ബി ഓപ്ഷനാണ്. പിന്നെ അവിടെ ഒരു ചെറിയ പ്രത്യേകത, നെക്സ്റ്റ് വീക്ക് എന്നതിൻ്റെ പാസ്റ്റ് ഫോം ഫോളോയിങ് വീക്ക് എന്നാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്ന് തന്നെയാണ് അതിൽ കിടക്കുന്നത്. ഫോളോയിങ് വീക്ക് എന്നാണ് വരേണ്ടത്. ഓപ്ഷൻ ബേസിൽ ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അവിടെ നെക്സ്റ്റ് വീക്കിന് പകരം ഫോളോയിങ് വീക്ക് എന്നും കൂടെ വരണമായിരുന്നു. അടുത്ത ചോദ്യം, അബണ്ടൻറ്റ് എന്നതിൻ്റെ സിനോണിം എന്താണ്? അബണ്ടൻറ്റ് നമുക്കറിയാം ധാരാളം എന്നാണ്. പ്ലെൻറ്റി ഉത്തരമായിട്ട് വരുന്നു. അബണ്ടൻറ്റ്, പ്ലെൻറ്റി. അടുത്ത ചോദ്യം, അന്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ദി മിസേർലി എന്നതിൻ്റെ അന്റോണിം എന്താണ്? മിസേർലി എന്ന് പറയുമ്പം അത് എന്ത് ചെയ്യുന്നത്? നമ്മൾ ചുരുക്കുക, അല്ലെങ്കിൽ പിശുക്ക് കാണിക്കുക, അല്ലെങ്കിൽ കുറച്ച് വയ്ക്കുക എന്നർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഉദാരമനസ്കയായിട്ടുള്ളത് എന്നർത്ഥത്തിൽ ജനറസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഹാർമണിയസ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണെന്നാണ്. ഫ്രണ്ട്ലി. ഹാർമണിയസ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒത്തൊരുമയോടുകൂടി എന്നർത്ഥത്തിൽ വരുന്നു. അപ്പോൾ ഡിസ്കോർഡൻ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, എഫീമറൽ എന്നതിൻ്റെ സിമിലർ മീനിങ് സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എഫീമറൽ എന്നതിൻ്റെ സിനോണിം ടെമ്പററി എന്നർത്ഥത്തിലാണ് വരുന്നത്. ടെമ്പററി എന്നതാണ് എഫീമറലിൻ്റെ സിനോണിമായിട്ട് വരുന്നത്. ഇനി അടുത്തത്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്.
ക്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നതിന് പറയുന്ന വൺ വേഡ് അതെന്നാണ്. മാനിയ ആണ് ടോപ്പിക്ക്. മാനിയ എന്ത് ചെയ്യുന്നോട് നമുക്ക് ഒന്നിനോട് അതിയായിട്ടുള്ള ഭ്രമം തോന്നുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും ഫ്ലോറിമാനിയാണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഹൈപ്പർ മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ട് ഫിസിക്കലി എക്സസൈസ് ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അധികമായിട്ട് ഫിസിക്കൽ എക്സസൈസ്, ഫിസിക്കൽ വർക്കൗട്ടൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ഹൈപ്പർമാനിയ. ഇഡ്ലിയോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹാരാധന എന്നതിനെ ചോദിക്കുന്നു. ക്ലെപ്റ്റോമാനിയ എന്ന് പറയുമ്പം സ്റ്റീലിംഗ്, വസ്തുക്കളൊക്കെ മോഷ്ടിക്കാനുള്ള ടെൻഡൻസി അധികമായിട്ട് ഉള്ള ആൾക്കാരെ ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നു.